നമസ്കാരം 140 ന്യൂസിലേക്ക് സ്വാഗതം. ഇറാൻ നയത്തിൽ ഞെട്ടിക്കുന്ന മാറ്റവുമായി ജെ.ഡി. വാൻസ്. ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്കയുടെ നയങ്ങളിൽ വളരെ നിർണായകമായൊരു വഴിമാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്നത് തടയുന്നതിനേക്കാൾ വലിയ പ്രാധാന്യം അമേരിക്കൻ ജനങ്ങൾക്ക് വില കുറഞ്ഞ പെട്രോളും ഗ്യാസും ഉറപ്പാക്കുന്നതിനാണ് ഭരണകൂടം നൽകുന്നത്. ഫോക്സ് ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസ് ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് എണ്ണയും ഗ്യാസും താങ്ങാവുന്ന വിലയിൽ ലഭ്യമാക്കുക എന്നതാണ് തങ്ങളുടെ ഒന്നാം നമ്പർ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാൻ ഒരിക്കലും ആണവായുധം നേടില്ലെന്ന് ഉറപ്പാക്കുന്നത് ഇതിന് ശേഷമുള്ള രണ്ടാമത്തെ ലക്ഷ്യം മാത്രമാണെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിലുണ്ടായ വലിയ എണ്ണ വിലക്കയറ്റം രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളെ ഏറെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. ഇറാൻ ആണവായുധം നേടുന്നത് തടയുക എന്നതാണ് പ്രധാന ലക്ഷ്യമെന്ന പ്രസിഡന്റ് ട്രംപിന്റെ മുൻ നിലപാടുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു സമീപനമാണിത്. യുകെയിൽ ട്രെയിൻ പാളം തെറ്റി. യുകെയിൽ ട്രെയിൻ പാളം തെറ്റിയുണ്ടായ ഞെട്ടിക്കുന്ന അപകടത്തിൽ 11 യാത്രക്കാർക്ക് പരിക്കേറ്റു. ഇവരിൽ 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. ലൂയിസ് റെയിൽവേ സ്റ്റേഷന് സമീപം പ്രാദേശിക സമയം വ്യാഴാഴ്ച വൈകിട്ടാണ് ഈ ദാരുണമായ സംഭവം നടന്നത്. ലണ്ടനിലെ വിക്ടോറിയ സ്റ്റേഷനിൽ നിന്നും ഈസ്റ്റ്ബണിലേക്ക് യാത്ര പുറപ്പെട്ട ട്രെയിനിന്റെ 3ാം കോച്ചുകളാണ് പാളം തെറ്റി അപകടത്തിൽപ്പെട്ടത്. ഏകദേശം 150ഓളം യാത്രക്കാരാണ് ഈ സമയത്ത് ട്രെയിനിൽ ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ട്രെയിനിന്റെ വേഗത വർദ്ധിച്ചപ്പോൾ കനത്ത കുലുക്കം അനുഭവപ്പെട്ടതായും തുടർന്ന് വാഹനം ട്രാക്കിൽ നിന്നും തെന്നിമാറുന്നതായി തോന്നിയെന്നും യാത്രക്കാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ ശക്തമായ ആഘാതത്തിൽ കോച്ചിനുള്ളിലെ ലഗേജുകളും മറ്റ് സാധനങ്ങളും നിലത്തേക്ക് തെറിച്ചുപോയി. ഒരു കോച്ച് വശത്തേക്ക് പൂർണ്ണമായി മറിഞ്ഞ് സമീപത്തെ വയലിലേക്ക് പതിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് കോച്ചുകൾക്കുള്ളിൽ കനത്ത പുകയും പൊടിയും നിറഞ്ഞ് യാത്രക്കാർക്കിടയിൽ വലിയ പരിഭ്രാന്തി പരത്തി. അപകട വിവരമറിഞ്ഞ് നിമിഷങ്ങൾക്കകം തന്നെ ഫയർഫോഴ്സും മറ്റ് എമർജൻസി സർവീസസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അതിജീവനത്തിന്റെ കരുത്തോർമ്മിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ വിഭജനത്തിന്റെ കടുത്ത വേദനകളും ദുരിതങ്ങളും അനുഭവിച്ചവരെ അനുസ്മരിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചരിത്രപരമായ വിഭജനം അനേകം പേരുടെ ജീവിതം കീറിമുറിക്കുകയും ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ വേരോടെ പിഴുതെറിയുകയും ചെയ്തുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വിഭജന ഭീതി അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് പ്രധാനമന്ത്രി തന്റെ വികാരങ്ങൾ പങ്കുവച്ചത്. ആ ദുരന്തകാലത്ത് ഒരുപാട് ജീവിതങ്ങൾ തകർത്തെറിഞ്ഞെങ്കിലും കടുത്ത പ്രതിസന്ധികളെ അതിജീവിച്ച് ആളുകൾ തങ്ങളുടെ ജീവിതം വീണ്ടും കെട്ടിപ്പടുത്തുവെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്ന് ജീവിതം പടുത്തുയർത്തിയ ആ മനുഷ്യർ പിന്നീട് രാജ്യത്തിന്റെ പുരോഗതിക്ക് വലിയ സംഭാവനകളാണ് നൽകിയത്. അവരുടെ അതിജീവന യാത്രകൾ മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെയും ധൈര്യത്തിന്റെയും വലിയ പ്രതീകമാണെന്നും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. 1947 വിഭജന കാലത്ത് ജീവൻ നഷ്ടപ്പെടുകയും പെരുവഴിയിലാവുകയും ചെയ്ത മുഴുവൻ ആളുകളെയും ആദരിക്കാനാണ് രാജ്യം എല്ലാ വർഷവും ഓഗസ്റ്റ് 14 വിഭജന ഭീതി അനുസ്മരണ ദിനമായി ആചരിക്കുന്നത്. ഈ ദുരന്തകാലത്ത് വലിയ സഹനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നവരുടെ പോരാട്ടങ്ങളെ രാജ്യം ഈ വേളയിൽ പ്രത്യേകം സ്മരിക്കുന്നുണ്ട്. ദളിത് അപമാനത്തെക്കുറിച്ച് പറഞ്ഞ് മല്ലികാർജുൻ ഖാർഗെ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ നേരിടേണ്ടി വന്ന ജാതി അധിക്ഷേപത്തിൽ രാജ്യവ്യാപകമായി കടുത്ത പ്രതിഷേധം. ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പാർട്ടി ഇന്ന് വൈകിട്ട് രാജ്യത്തുടനീളമുള്ള ജില്ലാ കേന്ദ്രങ്ങളിൽ ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കും. താനൊരു ദളിതനായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ അപമാനം നേരിടേണ്ടി വന്നതെന്നും രാജ്യത്ത് തൊട്ടുകൂട്ടായ്മ ഇപ്പോഴും തുടരുകയാണെന്നും ഖാർഗെ പാർലമെന്റിൽ രൂക്ഷമായി വിമർശിച്ചിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച ഹൽദ്വാനിയിൽ കോൺഗ്രസ് റാലിയിൽ പങ്കെടുത്തു മടങ്ങിയതിന് പിന്നാലെ സംഘപരിവാർ പ്രവർത്തകർ വേദി ശുദ്ധീകരിച്ചെന്നാണ് അദ്ദേഹം രാജ്യസഭയിൽ കണ്ണീരോടെ വിശദീകരിച്ചത്. അപമാനഭാരം താങ്ങാനാവുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ച ഖാർഗെയുടെ വാക്കുകൾ വർഷകാല സമ്മേളനത്തിന്റെ അവസാന ദിവസം പാർലമെന്റിനെ ഏറെ പ്രക്ഷുബ്ധമാക്കിയിരുന്നു. തമിഴ്നാട്ടിൽ വൻ വിപ്ലവവുമായി ടി.വി.കെ സർക്കാർ. ഭരണത്തിലേറി 100 ദിവസങ്ങൾ പിന്നിടുമ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിലും വ്യവസായ രംഗത്തും വലിയൊരു ചരിത്ര നേട്ടമാണ് ടി.വി.കെ സർക്കാർ സ്വന്തമാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി സി ജോസഫ് വിജയുടെ സാന്നിധ്യത്തിൽ നടന്ന പ്രത്യേക നിക്ഷേപ സംഗമത്തിൽ 67,452 കോടി രൂപയുടെ പുതിയ കരാറുകളിൽ സർക്കാർ ഔദ്യോഗികമായി ഒപ്പുവെച്ചു. ഇതോടെ സർക്കാരിന്റെ ആദ്യ 100 ദിവസത്തിനകം 1.02 ലക്ഷം കോടി രൂപയുടെ റെക്കോർഡ് നിക്ഷേപം ആകർഷിക്കാൻ സാധിച്ചുവെന്ന
വലിയ വാഗ്ദാനമാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത്. ദിവസം തോറും ശരാശരി 1000 കോടി രൂപ വീതം നിക്ഷേപം എത്തിയെന്ന വ്യവസായ മന്ത്രി എസ് കീർത്തനയുടെ പ്രഖ്യാപനം രാജ്യശ്രദ്ധ മുഴുവൻ തമിഴ്നാട്ടിലേക്ക് തിരിക്കാൻ പോകുന്നതാണ്. ഈ വൻകിട നിക്ഷേപങ്ങളുടെ തമിഴ്നാട്ടിൽ പുതുതായി 1.21 ലക്ഷം പേർക്ക് മികച്ച തൊഴിലവസരങ്ങൾ ലഭിക്കുമെന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. നവീൻ ബാബുവിന്റെ മകൾക്ക് സർക്കാർ ജോലി. അന്തരിച്ച കണ്ണൂർ മുൻ ADM കെ നവീൻ ബാബുവിന്റെ മകൾ നിരഞ്ജനയ്ക്ക് സർക്കാർ ജോലി ലഭിച്ചു. സമാശ്വാസ തൊഴിൽദാന പദ്ധതി പ്രകാരം ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ ഭക്ഷ്യസുരക്ഷാ ഓഫീസറായാണ് നിരഞ്ജനയ്ക്ക് നിയമനം നൽകിയിരിക്കുന്നത്. നിയമന ഉത്തരവ് മുഖ്യമന്ത്രി കുടുംബത്തിന് കൈമാറി. നവീൻ ബാബുവിന്റെ കുടുംബത്തിന് സർക്കാർ നൽകിയ വാഗ്ദാനം ഇതിലൂടെ പാലിക്കപ്പെട്ടു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ യാത്രയപ്പ് യോഗത്തിൽ പരസ്യമായി അധിക്ഷേപിച്ചതിനെ തുടർന്നായിരുന്നു നവീൻ ബാബുവിന്റെ ആത്മഹത്യ. ക്ഷണിക്കാതെ എത്തിയ ദിവ്യയുടെ അധിക്ഷേപത്തിന് പിന്നാലെ മാനസിക വിഷമത്തിലായ അദ്ദേഹം പള്ളിക്കുന്നിലെ താമസ സ്ഥലത്ത് ജീവൻ ഒടുക്കുകയായിരുന്നു. KSRTCയിൽ ബ്രെത്തലൈസർ പരിശോധന കർശനമാക്കും. KSRTC ജീവനക്കാർക്കിടയിൽ ബ്രെത്തലൈസർ പരിശോധന കൂടുതൽ കാര്യക്ഷമമാക്കാൻ മാനേജിംഗ് ഡയറക്ടറുടെ കർശന നിർദ്ദേശം. ഓരോ ഡിപ്പോയിലും സ്റ്റേഷൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ പരിശോധന കൃത്യമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. ബ്രെത്തലൈസർ യന്ത്രം ഇല്ലാത്ത യൂണിറ്റുകളിൽ ഇൻസ്പെക്ടർമാരെ നിയോഗിച്ച് സർപ്രൈസ് പരിശോധന നടത്താനാണ് പുതിയ ഉത്തരവ്. മുൻപ് KB ഗണേഷ് കുമാർ മന്ത്രിയായിരിക്കുമ്പോഴാണ് ജീവനക്കാർക്ക് ഡ്യൂട്ടിക്ക് മുൻപ് മദ്യപാന പരിശോധന ഏർപ്പെടുത്തിയത്. എന്നാൽ സർക്കാരും മന്ത്രിയും മാറിയതോടെ പല ഡിപ്പോകളിലും പരിശോധന നിലയ്ക്കുകയും ചിലയിടങ്ങളിൽ യന്ത്രങ്ങൾ തകരാറിലാവുകയും ചെയ്തു. ജ്യൂസോ ആയുർവേദ മരുന്നുകളോ കഴിച്ചവർ പോലും പരിശോധനയിൽ കുടുങ്ങുന്ന സ്ഥിതി വന്നതോടെ പരിശോധന പേരിന് മാത്രമായി ചുരുങ്ങിയിരുന്നു. എൻ്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് പോലീസിനെ കൂടുതൽ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷൻ ഭരണം ഇന്ന് മുതൽ SIമാർ ഏറ്റെടുക്കും. എൻ്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. എന്നാൽ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 64 സ്റ്റേഷനുകളിൽ ഇൻസ്പെക്ടർമാർ തന്നെയായിരിക്കും SHOമാരായി തുടരുക. കസ്റ്റഡി മർദ്ദനങ്ങളും അനധികൃത തടവുകളും പൂർണ്ണമായി ഒഴിവാക്കി ശാസ്ത്രീയമായ അന്വേഷണ രീതികൾ നടപ്പിലാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പൊതുജനങ്ങളോട് മാന്യമായി പെരുമാറുന്നതിനായി ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക പരിശീലനം നൽകുമെന്നും അധികൃതർ അറിയിച്ചു. ജനമൈത്രി സുരക്ഷാ പദ്ധതി ആധുനികവൽക്കരിക്കപ്പെടുന്നതിനോടൊപ്പം പൊതുജനങ്ങളിൽ നിന്ന് പ്രതിമാസ അഭിപ്രായങ്ങൾ സ്വീകരിക്കാൻ സ്വതന്ത്ര സംവിധാനവും വരും. പരാതികളും FIR രജിസ്ട്രേഷനും DGPയുടെ നേതൃത്വത്തിൽ ഡിജിറ്റലായി നിരീക്ഷിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഡോക്ടർമാർക്ക് പ്രത്യേക HR സെൽ. ആരോഗ്യവകുപ്പിലെ ഡോക്ടർമാരുടെ സ്ഥാനക്കയറ്റ നടപടികൾ വേഗത്തിലാക്കാൻ പ്രത്യേക HR സെൽ രൂപീകരിച്ചു. ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഡോക്ടർമാരുടെ സീനിയോറിറ്റി പട്ടിക തയ്യാറാക്കലും പ്രമോഷൻ വിഷയങ്ങൾ തീർപ്പാക്കലുമാണ് ഈ സെല്ലിന്റെ പ്രധാന ചുമതലകൾ. മെഡിക്കൽ ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ അനിൽ വിയുടെ നേതൃത്വത്തിലുള്ള 5-അംഗ സമിതിയാണ് ഇതിനായി പ്രവർത്തിക്കുന്നത്. സ്ഥാനക്കയറ്റത്തിലെ കാലതാമസവും ആശുപത്രികളിലെ ഡോക്ടർമാരുടെ കുറവും മൂലം ജനങ്ങൾ ബുദ്ധിമുട്ട് നേരിടുന്ന പശ്ചാത്തലത്തിലാണ് മന്ത്രി K മുരളീധരന്റെ നിർദ്ദേശപ്രകാരം പുതിയ സെൽ നിലവിൽ വന്നത്. വിവിധ സെക്ഷനുകളിലായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്ന സെൽ പ്രവർത്തന റിപ്പോർട്ട് നേരിട്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് സമർപ്പിക്കണം. കാസർഗോഡ് തൂഫാൻ കേസിൽ വീണ്ടും ദുരൂഹത. കാസർഗോഡ് MDMA കേസിൽ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് അവകാശപ്പെടുന്ന പ്രതിക്ക് ഹവാല ഇടപാടുകളുമായി ബന്ധമുണ്ടെന്ന് വിവരം. പ്രതികൾ രാഷ്ട്രീയ നേതാക്കളുമായി ലക്ഷങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായും വിദേശത്തേക്ക് ലഹരി കടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ NCB വിദേശയാത്രകൾ നിരീക്ഷിച്ചു വരികയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ആന്ധ്ര, കർണാടക എന്നിവിടങ്ങളിലെ മയക്കുമരുന്ന് മാഫിയുമായി ബന്ധമുള്ള പ്രതികൾ ഊബർ കാറുകൾ വഴിയാണ് എറണാകുളത്തേക്ക് MDMA എത്തിച്ചിരുന്നത്. എന്നാൽ കേസ് അട്ടിമറിക്കാൻ തുടക്കം മുതലേ ശ്രമം നടന്നതായും അറസ്റ്റിലായ പ്രതികൾക്കെതിരെയുള്ള കേസിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ തന്നെ സാക്ഷികളാക്കിയത് ദുരൂഹത സൃഷ്ടിച്ചിട്ടുണ്ടെന്നും ആക്ഷേപമുയർന്നിട്ടുണ്ട്.